ഇത്തരത്തിൽ വൻതോതിലുള്ള കൊള്ളരുതായ്മകൾ നടന്നതിന് വകുപ്പിന്റെ നേതൃത്വം വഹിച്ച് പ്രവർത്തിച്ച മന്ത്രിയുടെ ഉത്തരവാദിത്വം പ്രക്ഷോഭകർ ചൂണ്ടിക്കാട്ടി. ആ മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം പ്രക്ഷോഭത്തിൽ ഉയർന്നു. പക്ഷേ തങ്ങൾ അത്തരമൊരു ഡിമാൻഡിന് മുന്നിൽ വഴങ്ങില്ല എന്ന നിലപാടായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത്. അവസാനം നല്ല രീതിയിൽ പ്രക്ഷോഭം കരുത്താർജിക്കുകയും തങ്ങളുടെ എല്ലാ അജണ്ടകൾക്കും അപ്പുറം രാജ്യത്ത് ഈ പ്രക്ഷോഭം കരുത്താർജിക്കുന്നുവെന്ന് വന്നപ്പോൾ മറ്റൊരു വഴിയുമില്ലാത്ത ഘട്ടത്തിലാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വാങ്ങുന്നതിന് ബിജെപി ഗവൺമെന്റ് തയ്യാറായത്. ഇവിടെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്ത്. ആ കരുത്തിന് മുന്നിൽ ബിജെപിയെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ദിനമായിട്ടാണ് നാം കാണേണ്ടത്. ബിജെപിയുടെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ വലിയ തോതിൽ ഇനിയും കരുതലോടെ നീങ്ങേണ്ടതായിട്ടുണ്ട്. അതിനെല്ലാം ഇതൊരു അനുഭവ പാഠമായി എടുത്ത് ബിജെപിയുടെ ജനവിരുദ്ധമായ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നടപടികൾക്കുമെതിരെയുള്ള ജനങ്ങളെ അണിനിരത്തുന്ന നടപടികൾക്ക് ഇത് വലിയ തോതിൽ ഊർജം പകരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബിജെപി ഇപ്പോ ഇത്തരത്തിൽ ഒരു നിലപാടിലേക്ക് എത്തേണ്ടി വന്നത് കരുത്തുറ്റ യുവതയുടെ പ്രകടനത്തിന്റെ ഭാഗമായിട്ടാണ്. അതിനോടൊപ്പം രാജ്യമാകെ അണിനിരക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. എന്നാൽ ബിജെപി സ്വീകരിക്കുന്ന നിലപാടിനെ എപ്പോഴും കരുതലോടെ കാണേണ്ടതായിട്ടുണ്ട്. അവരുപയോഗിക്കുന്നത് വർഗീയതയാണ്. എല്ലാ ജീവൽ പ്രശ്നങ്ങളെയും മറച്ചുപിടിക്കാൻ വർഗീയത ഒരു ഉപകരണമാക്കി മാറ്റുകയാണ്. അത് നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷതയ്ക്ക് വലിയ തോതിലുള്ള പോറലാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ നല്ല കരുതൽ മതനിരപേക്ഷ ചിന്താഗതിക്കാരെല്ലാം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. മതനിരപേക്ഷ ചിന്താഗതിക്കാരെല്ലാം ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകണം. വർഗീയതയെ ശക്തമായി നേരിട്ടുകൊണ്ട് മാത്രമേ നമുക്ക് മതനിരപേക്ഷത സംരക്ഷിക്കാനാവൂ. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സമരസപ്പെടൽ വർഗീയതയെ ശക്തിപ്പെടുത്തുക മാത്രമേയുള്ളൂ. നിർഭാഗ്യവശാൽ രാജ്യത്തിന്റെ അന്തരീക്ഷത്തിൽ പലതരത്തിലുള്ള സമരസപ്പെടലുകളും നാം കാണുന്നുണ്ട്. അത്തരം ശക്തികൾ അനുഭവത്തിൽ നിന്ന് കാര്യങ്ങൾ തിരിച്ചറിയാൻ തയ്യാറാകുന്നില്ല. അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. അവരും ഇത്തരം കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് നാം കാണേണ്ടത്. ഇപ്പോ ബിജെപി ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് ഒരു കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ ജനസംഖ്യാപരമായ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള കമ്മീഷനാണ്. അങ്ങേയറ്റം ദുരുദ്ദേശപരമായ ഒരു നടപടിയാണിത്. യഥാർത്ഥത്തിൽ ജനസംഖ്യയെക്കുറിച്ചാണ് പഠിക്കേണ്ടതെങ്കിൽ ജനസംഖ്യയെക്കുറിച്ച്
നല്ല അവഗാഹമുള്ള ഒരാളെയും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. തങ്ങളുടെ അജണ്ട അനുസരിച്ച് കാര്യങ്ങൾ നടത്താനുള്ള നീക്കങ്ങളാണ് ഉണ്ടാകുന്നത്. ഇത് പൗരത്വ നിയമത്തിൽ നാം കണ്ടതാണ്. പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കണ്ടതാണ്. ഇവിടെ അതിന്റെയെല്ലാം ഭാഗമായുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത്. ഇത് വലിയ തോതിലുള്ള ആശങ്ക രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉയർത്തുന്നുവെന്നത് നാം കാണാതിരിക്കരുത്. നമ്മുടെ രാജ്യത്തെ ബി.ജെ.പി. ഗവൺമെന്റ് പൂർണ്ണമായും വർഗീയത വലിയ തോതിൽ ഉപയോഗിക്കുന്നത് ജനങ്ങളുടെ അസംതൃപ്തി മറച്ചുവെക്കാനാണ്. ജനവിരുദ്ധമായ നടപടികൾ ഒന്നിനു പുറകെ ഒന്നായി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ തൊഴിലിന് അവസരങ്ങൾ ഇല്ലാതാക്കുന്നു. ആളുകൾ വലിയ തോതിൽ ദാരിദ്ര്യം അനുഭവിക്കേണ്ടതായി വരുന്നു. നമ്മുടെ രാജ്യത്തിലെ ദരിദ്രരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു. തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു. അതേസമയം കോർപ്പറേറ്റുകൾക്ക് വലിയ തോതിലുള്ള സഹായം, പിന്തുണ, വഴിവിട്ടുള്ള ഇളവുകൾ എല്ലാം നൽകുകയാണ്. ഇത് ബി.ജെ.പിയുടെ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി സ്വീകരിക്കുന്ന നടപടികളാണ്. അപ്പോ പാപ്പനീകരിക്കപ്പെടുന്നത് പാവപ്പെട്ടവർ. ആ പാവപ്പെട്ടവരുടെ എണ്ണം കൂടുതൽ വർദ്ധിക്കുന്നു. കൂടുതൽ സമ്പന്നരാകുന്നത് അതിസമ്പന്നരായവർ തന്നെ. അവരുടെ സമ്പത്ത് വലിയ തോതിൽ വർദ്ധിക്കുന്ന നിലയുണ്ടാകുന്നു. നമ്മുടെ കേരളത്തിൽ യു.ഡി.എഫ്. ഗവൺമെന്റാണല്ലോ ഇപ്പോ അധികാരത്തിലിരിക്കുന്നത്. യു.ഡി.എഫ്. ഗവൺമെന്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്. യു.ഡി.എഫിലെ പ്രബലമായൊരു കക്ഷി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമാണ്. മറ്റുള്ള കക്ഷികളുമുണ്ട്. ഈ സംവിധാനം എങ്ങനെയാണ് ഇപ്പോ നമ്മുടെ കേരളത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നത് ഗൗരവമായി തന്നെ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഒരു പ്രത്യേകത കാണാൻ കഴിയുന്നത് പല കാര്യങ്ങളിലും രാജ്യത്തെ ഹിന്ദുത്വ ശക്തികൾക്ക് ആർ.എസ്.എസ്. ബി.ജെ.പി. മുന്നോട്ട് വെക്കുന്ന നയങ്ങൾക്ക് അനുകൂലമായ നടപടികൾ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്.